ഹലോ ഹായ്, നമുക്കിന്നൊരു സാമ്പാർ എങ്ങനെയാണ് റെഡിയാക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ. സാമ്പാർ സിമ്പിൾ സാമ്പാർ വെറൈറ്റി ആയിട്ട് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം. ഹലോ ഹായ്, നമുക്കൊരു സാമ്പാർ വെക്കാം കേട്ടോ. എന്നാ പരിപ്പ് അടുപ്പ് വയ്ക്കാൻ കുക്കറിലാക്കിയിട്ടുണ്ട്. സാമ്പാറിന് വറക്കണം കേട്ടോ. പരിപ്പ്, ഉലുവ, ജീരകം, പിന്നെ കരിവേപ്പിൻ്റെ ഇല, തേങ്ങ. ഒരുവിധം പാകമായിട്ടുണ്ട് വറവ്. നമുക്ക് മുളക് പൊടി ഇടാം. ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ഇടാം കേട്ടോ മല്ലിപ്പൊടി. അപ്പോൾ നമുക്ക് നന്നായി വറുത്ത് കൊടുക്കാം. നേരിയ തീയിൽ വെച്ച് വറക്കണം, കരിയരുത്. നന്നായി വറുത്ത് ഒരു മണം വരുന്ന വരെ കുറച്ച് കായപ്പൊടി കൊട്ടാം കേട്ടോ. ഇലച്ചിയുടെ കായപ്പൊടിയാണ് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക, ഒരു മണത്തിനാണ്. കഷ്ണം 3 തക്കാളി, 2 സവോള, 3 ഉരുളക്കിഴങ്ങ്, ഒരു 6 എണ്ണമുണ്ട് വെണ്ടയ്ക്ക കേട്ടോ. ഒരു മുരിങ്ങക്കായക്ക് വില കൂടുതലാണ് തോന്നുന്നു. അപ്പോൾ ഏട്ടൻ 2 മുരിങ്ങക്കായ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ കഷ്ണം നോക്കട്ടെ കേട്ടോ. തേങ്ങ നേരത്തെ വറുത്ത് വെച്ച്, ചിലപ്പോൾ എങ്ങാനും കറണ്ട് പോയാലോ പറഞ്ഞിട്ട് നേരത്തെ അരയ്ക്കാൻ വേണ്ടിയിട്ട് അതാദ്യം ചെയ്ത് വെച്ചാൽ നമുക്ക് അരവിൻ്റെ പേടിയില്ലല്ലോ. അപ്പോൾ ആദ്യം അതിനെ വറുത്ത് നിന്ന് വേഗം അരച്ച് വെച്ചാൽ നമുക്ക് പിന്നെ കറി കഷ്ണമൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ വേഗം ആവുമല്ലോ. അല്ലെങ്കിൽ കറണ്ട് പോയാൽ നമുക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതാണ് ആദ്യം അതിനെ വറുത്ത് ചൂടാറാൻ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഒന്ന് അരച്ച് വെച്ചാൽ നമുക്ക് ആ പണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കഷ്ണം കട്ട് ചെയ്യാം. ഇതാട്ടോ കഷ്ണം. പരിപ്പൊക്കെ നന്നായി, നമ്മുടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായും തക്കാളി ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, ഇത്തിരി ഉരുളക്കിഴങ്ങ് അധികം ഇട്ടു. കുഞ്ഞാറ്റയ്ക്ക് നല്ല ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ നല്ല തടി വയ്ക്കുന്ന പറയുക കുട്ടികൾ. അപ്പോൾ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിട്ടോ. ഗ്യാസ് ഉണ്ടാവും ചില കുട്ടികൾക്ക്. ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ നല്ല ഗുണ്ടുമണിയാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവളാണെങ്കിൽ ചെറിയ ചെള്ളി കുട്ടിയല്ലേ. അപ്പോൾ ആയിക്കോട്ടെ, രണ്ടും കൂടി വഴറ്റിയിട്ട് നന്നായി കൊടുക്കുക കേട്ടോ. വെണ്ടയ്ക്കും ഉള്ളിയും കൂടെ വഴറ്റിയിട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ച ശേഷമാണ് നമ്മൾ പുളി ഒഴിച്ച് അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടതാ. അരപ്പതാ റെഡിയാക്കിയുണ്ടോ. വേഗം അരച്ച് വെച്ചാൽ കറണ്ട് പോകും പറഞ്ഞിട്ട്. പുളി ഇതാ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുള്ളൂ കേട്ടോ. പുളി തക്കാളി 3 ഇട്ട കാരണം പുളിപ്പ് കൂടിയാലോ. സാമ്പാറിൽ കുറച്ചേ പുളി പാടും. നമ്മൾ പുളിങ്കറി വയ്ക്കുമ്പോഴുള്ള പുളിപ്പ് പാടില്ല. നന്നായിട്ടൊരു വഴറ്റി വരട്ടെ. അത് നമുക്ക് അതിലേക്ക് കൊട്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പിടാം കേട്ടോ. മഞ്ഞൾപ്പൊടി, കല്ലുപ്പ് ഇടുന്നത്, പൊടിയിപ്പ് കഴിഞ്ഞിരിക്കുക.
ഒരു 2 ടീസ്പൂൺ ഇടാം കേട്ടോ കല്ലുപ്പ്. കല്ലുപ്പാകുമ്പോൾ ഉപ്പ് പാകമാകും. പൊടിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ, കല്ലുപ്പായതുകൊണ്ട് 2 സ്പൂൺ ഇട്ടത്, അധികം ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ വേഗം കേട്ടോ. വേഗം വേകുന്ന കഷ്ണങ്ങളല്ലേ. അപ്പോൾ നമുക്ക് എന്നിട്ട് അരപ്പൊഴിക്കാം. തേങ്ങ അരച്ച് സാമ്പാർ റെഡി. നന്നായി തിളയ്ക്കുന്നുണ്ട് സാമ്പാർ. ഇത്തിരി നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാർ. ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടെന്ന് കാലത്ത്. അപ്പോൾ നല്ല ഇഷ്ടമാണ്. പിന്നെ ലഞ്ചിനുള്ളതും ആയില്ലേ. സ്കൂളില്ലല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഇഷ്ടമാണ് രാധുവിന് സാമ്പാർ. അപ്പോൾ അവളെ ഇടയ്ക്കിടയ്ക്ക് ചോറ് കഴിക്കും സാമ്പാറുണ്ടെങ്കിൽ. അപ്പം അതിന് വേണ്ടി നിറച്ച് സാമ്പാർ വെച്ചതാണ്. അപ്പോൾ നമുക്ക് താളിച്ച് വയ്ക്കാം. ഇതാട്ടോ കരിവേപ്പില, ഉണക്കമുളക് താളിച്ച് വയ്ക്കാം. സാമ്പാർ പൊടി കൊട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് സാമ്പാർ പൊടി കൊട്ടിയാലാണ് നല്ല മണം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സാമ്പാറിന് നല്ല മണം കിട്ടും. ഇത് താളിച്ച് വെച്ചിട്ട് നമുക്കങ്ങനെ അടച്ച് വെച്ചാൽ നല്ല മണം ഉണ്ടാവും. ഇതാ താളിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വയ്ക്കാം. നല്ല മണം കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. സാമ്പാർ നോക്കിയാലോ. സാമ്പാർ